അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UAE സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ചരിത്രത്തിൽ ഇടം പിടിച്ചു. നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തെ പറ്റിയുള്ള പ്രത്യേക പരിപാടിയായ അഹ്ലൻ മോദിയിലേക്ക് ഏവർക്കും സ്വാഗതം. UAE-യിലെത്തിയ നരേന്ദ്രമോദിക്ക് രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ഭാരതം പുതിയ ചരിത്രം എഴുതുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിന്റെ രചയിതാവ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥലം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും. തന്റെ 2 ദിവസത്തെ UAE സന്ദർശനം തങ്കലിപികളിൽ കോറിയിട്ടാണ് നരേന്ദ്രമോദി മടങ്ങിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെ UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് ഗസർ അൽ വതൻ കൊട്ടാരത്തിൽ ഇരു ഭരണാധികാരികളും കൂടിക്കാഴ്ച നടത്തി. UAE-യുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം ജയ്വാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നരേന്ദ്രമോദിക്ക് കൈമാറി. സ്വന്തം പേരിൽ ലഭിച്ച കാർഡ് ഉപയോഗിച്ച് ഷെയ്ഖ് മുഹമ്മദ് ആദ്യ ഡിജിറ്റൽ പണമിടപാട് നടത്തി. ഡിജിറ്റൽ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും UAE സെൻട്രൽ ബാങ്കും കഴിഞ്ഞ വർഷം കരാർ ഒപ്പിട്ടിരുന്നു. ജയ്വാൻ കാർഡുകൾ നിർമ്മിക്കാൻ UAE സെൻട്രൽ ബാങ്ക് കരാർ നൽകിയത് ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനാണ്. ജയ്വാൻ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലും റുപ്പേ കാർഡ് ഉപയോഗിച്ച് UAE-യിലും ഇനി മുതൽ പണമിടപാടുകൾ നടത്താം. പ്രവാസികൾ ഏറെ കാത്തിരുന്ന മുഹൂർത്തമായിരുന്നു പ്രധാനമന്ത്രിയുടെ അടുത്ത പരിപാടി. നരേന്ദ്രമോദിക്ക് UAE-യിലെ 150-ലേറെ ഇന്ത്യൻ സംഘടനകൾ ഒരുക്കിയ സ്വീകരണ പരിപാടിയായ അഹ്ലൻ മോദി. അബുദാബിയിലെ ഷെയ്ഖ് സയദ് സ്റ്റേഡിയത്തിൽ 10,000-ങ്ങളാണ് ഭാരതത്തിന്റെ പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ എത്തിയത്. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ജനക്കൂട്ടം ഒഴുകുകയായിരുന്നു. അഹ്ലൻ മോദി ആരവങ്ങളിൽ അലിയുകയായിരുന്നു സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം. നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ 7 എമിറേറ്റുകളിൽ നിന്നുള്ള 10,000-കണക്കിന് ഇന്ത്യക്കാർ അണിനിരന്നപ്പോൾ ഗാലറി അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ചെറുപതിപ്പായി. വന്ദേ മാതരവും അഹ്ലൻ മോദി വിളികളും ആർപ്പുവിളികളും ഉയർന്ന സ്റ്റേഡിയം ശബ്ദമുഖരിതമായിരുന്നു. Vasudhaiva Kutumbakam, he has proved again and again to the whole world, and we all should stay united as an Indian without any caste, creed or any religion. So like Prime Minister Modi has done, we should make India proud everywhere, wherever we go, wherever we are. Jai Hind, Jai Bharat, Jai Bharat Mata ki Jai Bharat. വിവിധ സംസ്ഥാനങ്ങളുടെ തനത് പരിപാടികൾ ചേർത്ത് ആവിഷ്കരിച്ച കലാവിരുന്നായിരുന്നു അഹ്ലൻ മോദിയിൽ ആദ്യം. തുടർന്ന് UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ സ്വീകരണ വേദിയിലേക്ക് പ്രധാനമന്ത്രിയെ ആനയിച്ചു. മോദി മോദി വിളികളോടെയാണ് അദ്ദേഹത്തെ പ്രവാസികൾ സ്വാഗതം ചെയ്തത്. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ ഓരോ വാക്കുകൾക്കും നിറഞ്ഞ കരഘോഷമാണ് ഉയർന്നത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സംസ്കൃതത്തിലും പ്രസംഗിച്ച് മോദി സദസ്സിനെ കയ്യിലെടുത്തു. ഭാരതം നികണ്ടേ ഓർത്ത് അഭിമാനിക്കുന്നു. ഉംഗ്ലൈ പാർത്തു ഭാരതം പേരുമൈ പടകിരുതു. ಭಾರತ ನಿಮ್ಮ
ಬಗ್ಗೆ ಹೆಮ್ಮೆ ಪಡುತ್ತದೆ. మీపై భారతదేశం గర్విస్తోంది. തന്റെ മൂന്നാം ഊഴത്തിൽ ഇന്ത്യയെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന് ഉറപ്പു നൽകുന്നതായും നിറഞ്ഞ കരഘോഷത്തിനിടെ നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ഓരോ ഭാരതീയരുടെ ലക്ഷ്യം 2047 ജന്മനാടിനെ ഒരു വികസിത രാജ്യമാക്കുക എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും ഉത്തരവും സദസ്സിനെ രസിപ്പിച്ചു. साथियों, आज एक भारतीय का लक्ष्य 2047 तक भारत को विकसित राष्ट्र बनाने का है. दुनिया का वो देश जिसकी अर्थव्यवस्था बहुत तेजी से आगे बढ़ रही है, वो देश कौन सा है? हमारा भारत. दुनिया का वो देश कौन सा है जो स्मार्टफोन डेटा कंज्यूम करने में नंबर 1 है? दुनिया का वो देश कौन सा है जो ग्लोबल फिनटेक एडॉप्शन रेट में नंबर 1 है? हमारा भारत. दुनिया का वो देश कौन सा है जहां सबसे ज्यादा मिल्क प्रोडक्शन होता है? हमारा भारत. दुनिया का वो देश कौन सा है जहां इंटरनेट यूजर्स के मामले में नंबर 2 पर है? हमारा भारत. दुनिया का वो देश कौन सा है जो दुनिया का दूसरा सबसे बड़ा मोबाइल मैन्युफैक्चरर है? हमारा भारत. നരേന്ദ്രമോദി പ്രവാസികൾക്കിടയിലേക്ക് വാഹനത്തിൽ ഇറങ്ങിയതും വ്യത്യസ്ത കാഴ്ചയായി. നരേന്ദ്രമോദി അടുത്തു കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ഏവരും. പോലും പലതവണ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇത്രയും ക്ലോസ്ലി നമുക്കിത് കാണാൻ പറ്റിയതിൽ ഒരു വലിയൊരു സന്തോഷമുണ്ട്. UAE നിൽക്കുന്ന ഏതൊരു ഭാരതീയനും ഒരു അഭിമാന നിമിഷമാണ് ഇപ്പോൾ. സ്ത്രീകളും കുട്ടികളും തൊഴിലാളികളുമെല്ലാം പരിപാടിയുടെ ഭാഗമായി. മോദിയും പ്രവാസികളുമായുള്ള ഊഷ്മള ബന്ധം പരിപാടിയിൽ നിറഞ്ഞു നിന്നു. വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഇല്ല എന്നാണ്. പക്ഷേ എല്ലാ ഇൻഫൻസ് അടക്കം വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. മോദിജി പറഞ്ഞ വാക്കുകൾ, ഇന്ത്യ UAE ബന്ധം ഇത്രത്തോളം സ്ട്രോങ് ആയിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരുപാട് പുതിയ പ്രൊജക്ട്സും അവരെ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഇതുവഴി നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഒരുപാട് നന്ദിയുണ്ട് മോദിജിക്കും UAE സർക്കാരും എല്ലാവർക്കും. അഹ്ലൻ മോദിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിലെ മറ്റ് വിശദമായ കാഴ്ചകളിലേക്ക്. ദുബായ് മദീനത്ത് ജുമറയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി സംസാരിച്ചു. ഇത്തവണ ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യയായിരുന്നു അതിഥി രാഷ്ട്രം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്തത്.
ലോക സർക്കാർ ഉച്ചകോടിയായിരുന്നു നരേന്ദ്രമോദി തന്റെ UAE സന്ദർശനത്തിന്റെ 2ാം ദിവസം പങ്കെടുത്ത ആദ്യ പരിപാടി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ലോക സർക്കാർ ഉച്ചകോടിയിൽ ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും നരേന്ദ്രമോദി നടത്തി. 10 രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും 10 രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും 120ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാരുകളാണ് ഇന്ന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സർക്കാരുകൾ എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകണം, സുതാര്യവും അഴിമതിമുക്തവുമാകണം, ഭരണവേഗത വർദ്ധിപ്പിക്കാൻ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണം, സർക്കാരിന്റെ അഭാവമോ സർക്കാരിന്റെ സമ്മർദ്ദമോ ഉണ്ടാകരുതെന്നും മോദി പറഞ്ഞു. सबका साथ सबका विकास के मंत्र पर चलते हुए हम लास्ट माइल डिलीवरी और सैचुरेशन के अप्रोच पर बल दे रहे हैं. सैचुरेशन की अप्रोच यानी सरकार की योजनाओं के लाभ से कोई भी लाभार्थी छूटे नहीं, सरकार खुद उस तक पहुंचे. गवर्नेंस के इस मॉडल में भेदभाव और भ्रष्टाचार दोनों की ही गुंजाइश समाप्त हो जाती है. एक स्टडी के मुताबिक भारत ने पिछले 10 वर्षों में 250 मिलियन लोगों को गरीबी से बाहर निकाला है और उसके पीछे इस गवर्नेंस मॉडल की बड़ी भूमिका रही है. തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വ്യാപാര, നിക്ഷേപം, സാങ്കേതികവിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. ദുബായിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ ഷെയ്ഖ് മുഹമ്മദ് പ്രകീർത്തിച്ചു. ദുബായ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രിക്ക് സ്ഥലം അനുവദിച്ചതിൽ പ്രധാനമന്ത്രി പ്രത്യേകം നന്ദി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രി തുടങ്ങുന്നത്. ഇന്ത്യയിലേക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു. ഇതോടൊപ്പം UAEയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പദ്ധതിയായ ഭാരത് മാർട്ടിന്റെ വിർച്വൽ ലോഞ്ച് നടന്നു. ദുബായിലാണ് ഭാരത് മാർട്ട് നിലവിൽ വരുന്നത്. DP വേൾഡ് നിയന്ത്രിക്കുന്ന ജബ്സ പ്രദേശത്താണ് ഭാരത് മാർട്ട് സ്ഥാപിക്കുന്നത്. 1,00,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണത്തിലായിരിക്കും പദ്ധതി. റീറ്റെയിൽ ഷോറൂമുകളും ഗോഡൌണുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും മാർട്ടിലുണ്ടായിരിക്കും. കൂടാതെ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നതിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയുമായിരുന്ന അബുദാബിയിലെ ക്ഷേത്രം ഭക്തർക്കായി നരേന്ദ്രമോദി സമർപ്പിച്ചു. ഭാരതത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് BAPS ഹിന്ദു മന്ദിർ. ചരിത്ര നിമിഷം പിറക്കുകയായിരുന്നു അബുദാബിയിൽ. BAPS ഹിന്ദു ക്ഷേത്രം ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് UAE സമയം 5 മണിയോടെയാണ് സമർപ്പണ ചടങ്ങുകളിലേക്ക് നരേന്ദ്രമോദി എത്തിയത്. ശംഖുവിളികളോടെയും വാദ്യഘോഷങ്ങളോടെയും പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. സ്വാമിനാരായണ സംസ്ഥയുടെ ആത്മീയ ഗുരു മഹന്ത് സ്വാമി മഹാരാജ് പ്രധാനമന്ത്രിയെ മാലയിട്ടു സ്വീകരിച്ചു. ക്ഷേത്ര മേധാവി ബ്രഹ്മവിഹാരി ദാസ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പ്രധാനമന്ത്രിക്ക് വിവരിച്ചു നൽകി. തുടർന്ന് ക്ഷേത്രത്തിലെ സമർപ്പണ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി ഭാഗമായി. ശ്ലോകങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചും പുഷ്പങ്ങൾ അർപ്പിച്ചും BAPSന്റെ മുഖ്യ പുരോഹിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇന്ത്യയിൽ വസന്തകാലത്തിന്റെ ആരംഭം കുറിക്കുന്ന ഹിന്ദു ഉത്സവമായ വസന്ത് പഞ്ചമിയോടനുബന്ധിച്ചാണ് ക്ഷേത്രം സമർപ്പിച്ചത്. ക്ഷേത്രഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിലും നരേന്ദ്രമോദി പങ്കെടുത്ത് സംസാരിച്ചു. മാനവികതയുടെ വസന്തത്തിലേക്കാണ് അബുദാബി ക്ഷേത്രം ലോകത്തെ സ്വാഗതം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാകും ക്ഷേത്രം. ലോകപ്രസിദ്ധ നിർമ്മിതികളായ ബുർജ് ഖലീഫ, ഫ്യൂച്ചർ മ്യൂസിയം, ഗ്രാൻഡ് മോസ്ക് എന്നിവയുടെ പട്ടികയിൽ സാംസ്കാരിക തനിമയുടെ പുതിയ അധ്യായമായി BAPS ഹിന്ദു ക്ഷേത്രം മാറി. ഇന്ത്യയുടെയും അറബ് നാടിന്റെയും സൗഹൃദത്തിന്റെ പ്രതീകമാണ്. UAEയുമായുള്ള ബന്ധത്തിലെ ആധ്യാത്മിക പ്രതിബിംബമാണിത്. ആയുസ്സുള്ള കാലത്തോളം ഭാരതത്തിനു വേണ്ടി ജീവിക്കും. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഞാൻ പൂജിക്കുന്ന എൻ്റെ ആരാധ്യ ദേവന്മാരാണ്. അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കാനും അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം തുറക്കാനും സാധിച്ചത് നിയോഗമായി കാണുന്നുവെന്ന് പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. अब तक जो UAE बुर्ज खलीफा, फ्यूचर म्यूजियम, शेख जायद मस्जिद और दूसरी हाईटेक बिल्डिंग के लिए जाना जाता था, अब उसकी पहचान में एक और सांस्कृतिक अध्याय जुड़ गया है. अभी पिछले महीने ही अयोध्या में भव्य राम मंदिर का सदियों पुराना सपना पूरा हुआ है. UAE സഹിഷ്ണുതാകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഇവരെ കൂടാതെ ബോളിവുഡ് നടന്മാരായ അക്ഷയ് കുമാർ, വിവേക് ഒബ്രോയി, ഗായകൻ ശങ്കർ മഹാദേവൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളും ആയിരക്കണക്കിന് ഭക്തരും പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമേ സമർപ്പണ ചടങ്ങിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. വളരെ ഗർവമായിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഞാൻ UAEയിൽ കല്യാണം കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ആയപ്പം to know that this auspicious event is happening right when I'm part of UAE. So it's like getting India to UAE again. So it feels very honored. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. വർഷങ്ങളായി കാത്തിരുന്ന നിമിഷമാണ് സാക്ഷാത്കരിച്ചതെന്ന് വിശ്വാസികൾ പറഞ്ഞു. നമ്മളിപ്പം കേരളത്തിൽ പോലും കാണാത്തൊരു കാര്യങ്ങളാണ്. ക്ഷേത്രത്തിലെ ഈ സനാതന ധർമ്മത്തിന് നമ്മൾ മനസ്സിലാക്കാതെ പലരും കളിയാക്കുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത്. നമ്മൾ UAEയിൽ വന്നിട്ട് ഇത്രയും ഒരു ക്ഷേത്രം അതിൽ ഇങ്ങനെ ഈ സ്ഥലം തരികയും ഇത് അംഗീകരിക്കുകയും ചെയ്ത ഇവിടുത്തെ റൂളേഴ്സിനെയാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഇത്രയും സ്ഥലം തരിക ഇവർക്ക് മനസ്സിലാവണം. നമ്മളുടെയൊക്കെ നാട്ടിനെ ഈ സനാതന ധർമ്മത്തിനെയൊക്കെ കളിയാക്കിയും അതിനെ ഇല്ലാതാക്കാനും പല രീതിയിലും ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്കൊരു മറുപടിയാണ്. ഇതൊക്കെ രണ്ടെണ്ണം മനസ്സിലാവണം. ഞാനൊരു ജനംജിയുടെ MD ആയിട്ട് എൻ്റെ അയോധ്യയിൽ പോകാൻ എനിക്ക് സാധിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ ഫംഗ്ഷൻ അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ ഫീലിംഗ്, അതിൽ നിന്നൊരു വലിയൊരു ഫീലിംഗാണ് നമ്മൾ UAEയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക. അതും കൂടെ മകളുമായിട്ട് വന്നു. അവരും കൂടെ ഇവിടുത്തെ ദുബൈയിൽ സെറ്റിലായിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലം തന്ന റൂളറിനെയും ഇവിടുത്തെ ആയിട്ടുള്ള മലയാളികൾ ഈ സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്നവരും മോദിജി പറയുന്നത് പോലെ നമ്മളുടെ ലോകത്തിന് നാളെ ഇതൊരു നമ്മളായിരിക്കുന്ന ഒരു വഴികാട്ടി, അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ്. ഇതൊരു വലിയ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഇൻഡോ അറബ് സംസ്കാരങ്ങൾ കോർത്തിണക്കി പൂർണ്ണമായ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ പരമശിവൻ, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ എന്നിവരുൾപ്പെടെ 7 പ്രധാന പ്രതിഷ്ഠകളാണ് ഉള്ളത്. ഭാരതത്തിന് വെളിയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് അബുദാബി BAPS ഹിന്ദു മന്ദിർ. വലിയൊരു മുഹൂർത്തത്തിന് സാക്ഷിയാവാനാണ് അബുദാബിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഉപരിയായിട്ട് മറ്റു നാടുകളിലേക്കും നമ്മുടെ ഹിന്ദുത്വം പടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്രയും വലിയൊരു അറേബ്യൻ കൺട്രിയിൽ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ഇത്രയും വലിയ സ്ഥലങ്ങൾ നൽകി വലിയൊരു ക്ഷേത്രം ഇവിടെ ഇന്ന് ആരംഭം കുറിക്കുകയാണ്. സ്വാമിനാരായണൻ ഗ്രൂപ്പിൻ്റെ ഇതാണ്, ഗുജറാത്തി. അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗൾഫ് കൺട്രീസിൽ ആദ്യമായിട്ടായിരിക്കും സ്വാമിനാരായണൻ ഒരു ക്ഷേത്രം ഇവിടെ ഉയരുന്നത്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു.
മാത്രമല്ല ഇതിൻ്റെ ഒരു ആദ്യം ഖർസേവ, അതായത് നമ്മൾ കല്ല് വെച്ച സമയത്ത് തൊട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ ഒരു കല്ല് വയ്ക്കാൻ കഴിഞ്ഞു. പിന്നെയും 1-2 പ്രാവശ്യം ഇവിടെ വരാൻ കഴിഞ്ഞു. ഇവിടുത്തെ പല സത്സംഗങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു അപൂർവ ഭാഗ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിന് ഒരു സാക്ഷിയാവാൻ കഴിഞ്ഞു. മറ്റൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയിലും സാക്ഷിയാവാൻ കഴിഞ്ഞു. അതിലും മോദിജി അന്ന് അവിടെ അദ്ദേഹമാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അന്നും അവിടെ ഉണ്ടായിരുന്നു. ജനുവരി 22-ന്, ഫെബ്രുവരി 14-ന് വീണ്ടും അബുദാബിയിൽ മറ്റൊരു മഹത്തായ ചടങ്ങിന് സാക്ഷിയാവാൻ ഈശ്വരാനുഗ്രഹത്താൽ കഴിഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. UAE സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും മോദി പ്രഭാവത്തിൽ തുടരുകയാണ് ഇന്ത്യൻ സമൂഹം. ഇന്ത്യ-UAE ബന്ധത്തിൽ ഒരു നാഴികക്കല്ലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്ന് ഭൂരിപക്ഷം പ്രവാസികളും വിശ്വസിക്കുന്നു. ഭാരതത്തിന്റെ വിജയപർവ്വം മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഹ്ലൻ മോദി എന്ന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി.